ഹായ്. മുരിങ്ങയിലൊക്കെ എടുത്ത് എന്താ പരിപാടി എന്നല്ലേ? മുരിങ്ങയില മാത്രമല്ല, നമ്മുടെ ചക്കക്കുരും കൂടി ഉണ്ട്. അത് വെച്ച് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ? കറി മാത്രമല്ലേ, വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ഊണാണേ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഊണ്. അപ്പം നമുക്ക് ഫസ്റ്റ് കറി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്ത് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മേലത്തെ ഭാഗമൊക്കെ ചുരണ്ടിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. പിന്നെ അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മളൊരു കുക്കർ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം 2 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ മൂടി നമുക്ക് അടുപ്പിൽ വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങയിലയില്ലേ, അതിൻ്റെ തണ്ടൊക്കെ മാറ്റി അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് നുള്ളിയിടണം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്നാൽ പെട്ടെന്ന് കഴിയും. പിന്നെ മുരിങ്ങയില എടുക്കുമ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗത്ത് ഇലയുടെ ബേക്കിലായിട്ട് കുറേ പ്രാണികളൊക്കെ വന്ന് മുട്ടയൊക്കെ ഇടും. അത് നോക്കി വേണം എടുക്കാൻ, നല്ല ഇലകൾ നോക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മുരിങ്ങയിലൊക്കെ ഞാൻ നുള്ളി ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരരിപ്പയിൽ ഇട്ട് വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് സീഡ് ഉണ്ടല്ലോ, അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികളൊക്കെ നോക്കിയാലോ നമുക്ക്. ഒരു പാത്രം എടുത്ത് ഗ്യാസ് ഓണാക്കി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലും ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങയില ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ജാക്ക് ഫ്രൂട്ട് സീഡ് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടേ, ഒരു പകുതി മുറി തേങ്ങ അതുകൂടി അതിലിട്ട് കൊടുത്താൽ നമ്മളെ ചക്കക്കുരു കറി റെഡിയായി, അഥവാ ജാക്ക് ഫ്രൂട്ട് സീഡ് കറി റെഡി ആയിട്ടുണ്ടേ. എന്നെ അടുത്ത എന്താ പരിപാടി? പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കാന്താരി മുളകാണ്. നമ്മുടെ നാട്ടിൽ ചീരോ പറങ്കി എന്ന് പറയും. പിന്നെ തുറമാങ്ങൻ്റെ ഒരു ചെറിയ പീസ്, മാങ്ങ മസാല ഒക്കെ ഇട്ട് ഉണക്കിയെടുത്തിട്ടാണ് തുറമാങ്ങ, അതും പിന്നെ കുറച്ച് മോര് കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പൊട്ടുന്നുണ്ട്, കഴിക്കുമ്പോഴോ അതിലും ടേസ്റ്റാണ്. അപ്പം നമ്മുടെ തുറമാങ്ങ കാന്താരി മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവും നല്ല പുളിപ്പും ആ മോരിൻ്റെ ആ ടേസ്റ്റും കൂടി എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റായിരുന്നേ. അപ്പോൾ നമുക്ക് ചോറുണ്ടാലോ. ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ, അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ചക്കക്കുരുവിൻ്റെ കറി ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മീൻ മുളകിട്ട്, എനിക്ക് മത്തിയാണേ കിട്ടിയിട്ടുള്ളത്, ആ മത്തി കൊണ്ടുള്ള മീൻ മുളകിട്ടതും കുറച്ച് പയറിൻ്റെ ഉപ്പേരിയും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച തുറമാങ്ങ കാന്താരിയുടെ മിക്സില്ലേ അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മത്തി പൊരിച്ചിട്ടുണ്ട്, അതും അതിൻ്റെ ഇണറുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാങ്ങ, ടേസ്റ്റി ഉപ്പുമാങ്ങ, പിന്നെ പപ്പടം, കൊണ്ടാട്ടം മുളക്, കായപ്പ വെച്ചും കൂടി ചോറ് കഴിക്കാം. ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതെന്താണെന്നല്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ച മോര്, നല്ല മോരും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി ഉപ്പും കൂടി കൂട്ടിയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള മോരും കൂട്ടി. അപ്പം നമുക്ക് ഇന്നത്തെ ചോറുണ്ണാം. അപ്പോൾ എങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.